പിന്നീട് പോലീസിന് ഈ പറയുന്ന ഒരു താല്പര്യമില്ല സ്മൃതി പരുത്തിക്കാടിനൊന്നും തന്നെയും. അപ്പൊ നിങ്ങൾ ഞാൻ ഒരു മിനിറ്റ് എനിക്കെതിരെ കേസെടുത്തു എന്ന് എം വി നികേഷ് കുമാർ പറയല്ലോ. എന്റെ പ്രശ്നം എന്താണ്? ഇല്ല വനിതാ മാധ്യമ പ്രവർത്തകർ ഒറ്റ കേസല്ല എം വി നികേഷ് കുമാർ, ഒറ്റ കേസല്ല. എനിക്കെതിരെ ഒരു മിനിറ്റ് വിളിച്ചു പറയുന്നു, എനിക്കെതിരെ 5 കേസ്. ഈ കേസ് മാത്രമല്ല, ഈ കേസ് മാത്രമല്ല, പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം. DGPയുടെ വീട്ടിലേക്ക് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെയും അതിക്രമിച്ചു കയറി എന്ന കേസെടുത്തിരിക്കുകയാണ്. അതിനും പറയട്ടെ അവിടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഇവർ അങ്ങോട്ട് അകത്ത് കയറിയപ്പോൾ സ്വാഭാവികമായും വനിതാ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു, അവർ അകത്ത് കയറി. നിങ്ങൾ ഇവിടെ കയറരുത് കേട്ടോ, പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. പോലീസാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ഇവര് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതവിടെ കഴിഞ്ഞതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വരുന്നു മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെ അകത്തേക്ക് കയറ്റി വിടുന്നതിൽ ഇവരുടെ ഒത്താശയുണ്ട് എന്നുള്ള ആക്ഷേപം നിൽക്കുകയാണ്. അവിടെ ആക്ഷേപം എവിടെ നിന്നാണ് വരുന്നത്? എന്റെ സ്മൃതി സമാധാനപ്പെട്. അവിടെ ജന്മഭൂമിയുടെയും ജനത്തിന്റെയും റിപ്പോർട്ടർമാര് ആ നിലയിൽ ഒത്താശ നൽകിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന മാത്രമാണ് കേസ്. ആ പരിശോധന ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നമില്ല. ഇപ്പം എനിക്കെതിരെ എങ്ങനെയാണ് കേസ് വന്നിട്ടുള്ളത്? എനിക്കെതിരെ കേസ് വന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് രാമൻപിള്ള അന്ന് ഇവിടെ മധ്യമേഖല IG ആയിരുന്ന ആളുമായി പാലക്കാട്ടെ ഒരു കസ്റ്റഡി മരണക്കേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആ കേസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴും ഇവർ അങ്ങോട്ട് ചെന്ന് IG അങ്ങോട്ട് ചെന്ന് രാമൻപിള്ളയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസെടുക്കാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെതിരെ ഞാൻ ആ സമയത്ത് വലിയ വായിൽ വർത്തമാനം പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആ കേസ് റദ്ദ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതി പോകണം. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടർ ഈ സമരം ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ പോകുന്നവരെ അങ്ങോട്ട് കയറ്റി വിടുകയാണെന്നൊക്കെ എളുപ്പത്തിൽ പറയാന്നേ. അപ്പൊ ഈ ജോലി എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ത് തരം ആരോപണം? ഇതൊരു പുതിയ ശൈലിയാണ്. ജോലി ചെയ്യുന്നതിനെ ഒരു കാര്യം കൃത്യമാണ്, മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തനം മാത്രം നടത്തുന്നത് എങ്ങനെയാണ് പറയുന്നത്? എം വി നികേഷ് കുമാർ ചെയ്തത് മാധ്യമപ്രവർത്തനാണെന്ന് ഉറപ്പുണ്ടല്ലോ. ഉറപ്പുണ്ടല്ലോ. അതേപോലെ കോടതി പ്രൂവ് ചെയ്ത് കോടതി തള്ളിപ്പോയ കേസുകളാണ് ഞാൻ പറയുന്നത്. അഖിലാനന്ദകുമാറിന്റെ കേസ് എന്തായി? അല്ല, അഖിലാനന്ദകുമാറിന് എനിക്കറിയില്ല. അഖിലാനന്ദകുമാർ എങ്ങനെയാണ് അത് തള്ളിപ്പോയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് അതറിയണമല്ലോ. അത് ഗൂഢാലോചനയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ അഖിലാനന്ദകുമാറിന്റെ ഒരു പൊള്ളയായ കേസിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും സ്വന്തം ചാനലില് എനിക്കെതിരെ വന്നിട്ടുള്ള ഒരു കേസായി തോന്നുന്നേയില്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴും പൊളിറ്റിക്കലായി അതിനെ പ്രതിഷ്ഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അഖിലാനന്ദകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രതിനിധിക്കെതിരെ കൊച്ചിയിൽ ഒരു കേസെടുത്തു. അവർക്കത് നിയമപരമായി ആ കേസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയല്ലോ. അത് മതി. അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിങ്ങനെ തുടർന്നോട്ടെ എന്നാണോ? മാധ്യമ പ്രവർത്തകർ ജോലി പോലീസിന് വേഷൻ അങ്ങോട്ട് കൊടുക്കുകയാണെന്നേ. ആര് കൊടുക്കുന്നു? ഇതൊക്കെ നിങ്ങൾക്ക് ഈ അന്ധത കൊണ്ട് തോന്നുന്നതാണെന്നേ. അങ്ങനെ അല്ലത്. പോലീസ് സാധാരണഗതിയിൽ എല്ലാ കാലഘട്ടത്തിലും മാധ്യമപ്രവർത്തകർക്കെതിരെ ഇത്തരം കേസുകൾ ഉണ്ടാകാറുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയുന്ന അങ്ങനെയൊന്നും അതിനകത്തൊരു ഇതൊന്നും വേണ്ട. സ്വന്തം വർഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നതിനെയൊക്കെ ന്യായീകരിക്കും, എല്ലാത്തിനും വെള്ളപൂശുന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. DGPയുടെ വസതിയിൽ സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ സമരം നടക്കാറുണ്ടോ? DGPയുടെ വസതിയുടെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ അവിടെ ആരെങ്കിലും മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ചെറിയ പെൺകുട്ടികളാണ് ഇവർ അങ്ങോട്ട് കയറി പോയപ്പോൾ അതിന് കൂടെ പിന്നാലെ പോയി. നിങ്ങൾ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഞാനത് മനസ്സിലാക്കിയോണ്ടാണ് കഴിഞ്ഞാൽ മതിയെന്നേ. ഇപ്പൊ എനിക്കെതിരെ ഈ പറയുന്ന 2 മാധ്യമ പ്രവർത്തകർക്കെതിരായാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കൊച്ചി ബ്യൂറോയിലെ റിപ്പോർട്ടർക്കെതിരെ ആയാലും കേസ് എടുക്കുകയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ബലം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇതൊരു തുടർച്ചയാവട്ടെ. മാധ്യമപ്രവർത്തകർ പണിയെടുക്കുന്നതിൽ ഗൂഢാലോചന എന്ന ആരോപണം തുടർച്ചയായി ഉയരട്ടെ. അല്ല, വേണ്ടെന്നേ. മാധ്യമപ്രവർത്തകരുടെ പണി മാത്രം എടുത്താൽ മതി. അതിനപ്പുറമുള്ള പണി എടുത്താൽ സ്വാഭാവികം. അതിനപ്പുറമുള്ള എവിടെയാണ് വര വരയ്ക്കുന്നത്? ആരാണ് വര വരയ്ക്കുന്നത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ചില കാര്യങ്ങൾ ബോധ്യം ഉണ്ടാവും. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീങ്ങുന്നത്. ഞാൻ പറയുന്നത് പോലീസിന് ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസിനെ ബോധ്യപ്പെടുത്തി പിന്നീട് സമയമെടുത്ത് പോലീസ് പിന്നീട് എടുക്കുന്ന കേസാണ്. ആ സമയത്ത് കേസ് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ വളരെ കൃത്യമായി പോലീസ് വളരെ കൃത്യമായി പുറത്തിറങ്ങിയ റോളിനെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, പോലീസ് കേസ് എടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അന്തിമമായ വിധിയായിട്ട് എടുക്കേണ്ടതേ. നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ചെരുപ്പേറ് വിഷയം വന്ന സമയത്ത് ആ ചെരുപ്പേർ എന്താ വധശ്രമ കേസാണോ എന്ന് കോടതി ചോദിച്ചില്ലേ?
ചോദിച്ചില്ലേ? അതെ, അതൊക്കെ കോടതി ഉണ്ടെന്നേ അവിടെ. പിന്നെ എന്തിനാ ടെൻഷൻ? അതെ, എല്ലാത്തിനും കോടതിയിൽ പോകാം. അതാണല്ലോ പറഞ്ഞിരുന്നത്. മാധ്യമ പ്രവർത്തകർ ജോലി എടുക്കണമെങ്കിൽ ഇങ്ങനെ ഓരോ സമയം കോടതിയിൽ പോയി പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാം. അല്ലല്ല, മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടോട്ടാലിറ്റി അത് കൊടുക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഓരോ കേസിലും വിവേചനാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഓരോ കേസിലും ഇന്ന കാര്യം നടന്നു എന്ന് പറയുകയാണെങ്കിൽ ആ നിലയിൽ പോലീസിന് കേസുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് സാധിക്കണം, മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്മൃതി പരുത്തിക്കാട് പറയുമ്പോഴും അഖില നന്ദകുമാറിന്റെ പേരേ പറയുന്നുള്ളൂ, എം വി നികേഷ് കുമാറിന്റെ പേര് പറയുന്നില്ല. പറഞ്ഞാല് ഈ പിണറായി വിജയൻ സർക്കാർ എം വി നികേഷ് കുമാറിനെ കേസെടുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ വന്ന ശേഷമുള്ളല്ലോ, കുറച്ച് മുമ്പ് നടന്ന കേസ് ഞാൻ അറിഞ്ഞിട്ടില്ല. ദയവായിട്ട് അല്ല, അതാണ് പറയുന്നത്, നിങ്ങളുടെയൊക്കെ ഈ സെലക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെയൊന്നും പറയാം. വാർത്തയിൽ വരാക്കിയൊന്നുമില്ല. കേസ് തുടർച്ചയായി സംഭവിച്ച വിഷയത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കോടതിയിൽ പോയി ചീറ്റി പോവുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, Meet the editors.